നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യൂന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കല്യാണത്തിന് എതിര് നിന്നത്. തനിച്ചെല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചുള്ള നിന്റെ അഭിനയം നന്നായി. ഇവിടെ ജീവിക്കാൻ നിനക്ക് ഭയമാണല്ലേ? ജീവന് പോലും ആപത്തായതുകൊണ്ട് ഇവനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറുകയാണെന്ന് കുറച്ചു മുൻപ് നീ കരഞ്ഞു പറഞ്ഞത് ഇവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കണ്ടില്ലേ വസു, പാർവതി പറഞ്ഞ് കറക്റ്റാ. ഈ വിവാഹത്തിൽ നിന്ന് പ്രണവിനോട് പിന്മാറാൻ ഞങ്ങൾ പുറകെ നടന്ന് പറഞ്ഞ് ഇതുകൊണ്ടാ. നിധിയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പൊ അത് തിരിഞ്ഞു കൊത്തി. ഞാൻ വിചാരിച്ചപ്പോ പോലീസിനെ വിളിച്ചു വരുത്താം. എന്താ ചെയ്യണോ? ഇവിടെ പ്രണവേ, നിനക്ക് ഏട്ടത്തിയെ ജയിലിൽ അയച്ചോളം വയ്യായിരുന്നല്ലോ. എന്താടാ ഇപ്പൊ പോലീസിനെ വിളിക്കണ്ടേ നിനക്ക്? നിങ്ങൾ ആരും പോലീസിനെ വിളിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വിളിക്കുമെന്ന് ചോദിച്ചാൽ ഞാനും അത് ചെയ്യില്ല. കാരണം ഈശ്വരമംഗലം വീട്ടിൽ നിന്ന് ഒരാളിനെ, അതും ഒരു സ്ത്രീയെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ഈ വീടിനാ. എന്താ ആന്റി, ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഇത്രയും നേരം നിന്ന് പെർഫോം ചെയ്യായിരുന്നല്ലോ. ശിഷ്യ കയ്യോടെ പിടിക്കപ്പെട്ടതോടെ ഗുരുവിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? അച്ഛനും അമ്മയും പുന്നാരം മോളുടെ കയ്യിലിരിപ്പ് കണ്ടല്ലോ അല്ലേ? മോള് വിളിച്ചു വരുത്തി വിളമ്പി തന്ന സദ്യയാണ് ഈ അപമാനം എന്ന് കരുതിയാ മതി. കിട്ടിയതും കൊണ്ട് വയറ് നിറഞ്ഞെങ്കിൽ ഇറങ്ങി പൊക്കൂടെ? അതോ ഞാൻ ഇനി കഴുത്തിന് പിടിച്ച് പുറത്താക്കണോ?